ഇന്ന് നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ചെയ്യാം. തമ്പനയിൽ കണ്ട പോലെ 3 ക്യൂട്ടായിട്ടുള്ള പല സൈസിലുള്ള നോട്ട്ബുക്സ് ഉണ്ടാക്കാം. കുറച്ച് A4 ഷീറ്റ് മാത്രം മതി നമുക്കിത് ചെയ്യാനായിട്ട്. അപ്പോൾ ദാ നമ്മുടെ വലിയ നോട്ട്ബുക്കാണ് ഞാൻ ആദ്യം ഉണ്ടാക്കുന്നത്. A4 ഷീറ്റിനെ ഒരു മടക്ക് മടക്കുക. അപ്പോൾ നമ്മുടെ വലിയ നോട്ട്ബുക്കിൻ്റെ സൈസ് കിട്ടും. നമ്മൾ ചെയ്യുന്ന നോട്ട്ബുക്കിൽ ഏറ്റവും വലിയ നോട്ട്ബുക്കാട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ദാ ഇതേപോലെ A4 ഷീറ്റിനെ ഒരു പ്രാവശ്യം മടക്കി കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഞാനൊരു 10-15 A4 ഷീറ്റ് അങ്ങനെയും മടക്കി കൊടുക്കുന്നുണ്ട്. ഞാൻ പണ്ടൊക്കെ സ്കൂൾ കഴിഞ്ഞാൽ മീൻസ് വെക്കേഷൻ ആവുന്ന ടൈമിൽ കുറേ നോട്ട്ബുക്സ് ഇതേപോലെ എഴുതാത്ത പേജസ് കുറേ ഉണ്ടാവും. ഞാനപ്പോൾ അതൊക്കെ കീറിയിട്ട് ഇതേപോലെ നോട്ടൊക്കെ ഉണ്ടാക്കാറുണ്ട്. സ്വന്തമായിട്ടൊരു നോട്ട്ബുക്കൊക്കെ ഉണ്ടാക്കി അതെല്ലാവരെയും കാണിച്ച് കുറച്ച് ഷോ ഒക്കെ ഇറക്കി അതിലിങ്ങനെ എഴുതി നടക്കാൻ നല്ല രസമായിരുന്നു. കാരണം നമ്മൾ തന്നെ ഉണ്ടാക്കിയ നോട്ട്ബുക്ക് ആയതുകൊണ്ട് അത് കാണുമ്പോഴും ഭയങ്കര സന്തോഷമാണ്, അതിൽ എഴുതുമ്പോഴും ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ ഇതുണ്ടാക്കുമ്പോൾ എനിക്ക് അതാണ് ഓർമ്മ വരുന്നത്. അപ്പോൾ അത് എല്ലാ പേജസും ഞാൻ ഇതേപോലെ മടക്കിയെടുത്തിട്ടുണ്ട്. ഇനി എല്ലാത്തിനെയും ഒന്ന് അടക്കി പറക്കി വെച്ചിട്ട് 2 സൈഡിലും നമ്മുടെ പേപ്പർ ക്ലിപ്പില്ലേ അതൊന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുക. ഇത് നമുക്ക് പശ തേച്ചിട്ട് ഒട്ടിക്കാനാണ്. എല്ലാ ബുക്കിനെയും ഇതേപോലെ ഒട്ടിക്കുന്ന സമയത്ത് 2 അറ്റത്തും പേപ്പർ ക്ലിപ്പോ എന്തെങ്കിലും ക്ലിപ്പ് ഇതേപോലെ വെക്കുകയാണെങ്കിൽ ഇത് ഉണങ്ങി കഴിയുമ്പോൾ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടും. എന്നിട്ട് പശ തേച്ചിട്ട് കൈ കൊണ്ട് നമ്മൾ ജസ്റ്റ് ഇതേപോലെ ഒന്ന് ആക്കി കൊടുത്താൽ ആ പശ പേജസിൻ്റെ ഇടയിലേക്കൊക്കെ പോയിട്ട് എല്ലാ പേജസും ഒരേപോലെ ഒട്ടിക്കോളും. അപ്പോൾ അടുത്ത് നമ്മൾ മീഡിയം സൈസ് നോട്ട്ബുക്കിനുള്ള പേജാണ് കട്ട് ചെയ്യുന്നത്. നമ്മൾ വലിയ നോട്ട്ബുക്ക് ഉണ്ടാക്കാനായിട്ട് A4 ഷീറ്റ് ഒരു പ്രാവശ്യം മടക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ മടക്കിയ പേജിനെ 2ആയിട്ടൊന്ന് കട്ട് ചെയ്യുക. എന്നിട്ട് ഓരോ പേജിനെയും ഉള്ളിലേക്കൊന്ന് മടക്കി കൊടുത്താൽ മീഡിയം സൈസിനുള്ള പേജസ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അതും ഞാനൊരു 10-15 A4 ഷീറ്റ് ഇതേപോലെ കട്ട് ചെയ്ത് മടക്കി സെറ്റാക്കുന്നുണ്ട്. അപ്പോൾ ദാ എല്ലാ പേജസും ഞാനിവിടെ കട്ട് ചെയ്ത് മടക്കി മീഡിയം സൈസ് നോട്ട്ബുക്സിനുള്ള പേജസൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇതും നമ്മൾ വലിയ നോട്ട്ബുക്കിന് ചെയ്ത പോലെ തന്നെ 2 അറ്റത്തും ക്ലിപ്പ് ചെയ്യുക, പശ തേക്കുക, ഒട്ടിക്കുക. അപ്പോൾ ഇതാ 3 ബുക്കും ഇതേപോലെ ഒന്ന് ഉണങ്ങാൻ വേണ്ടി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് എല്ലാത്തിനും ചട്ട ഉണ്ടാക്കാം. അപ്പോൾ കാർഡ്ബോർഡിൻ്റെ പീസ് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. നമ്മുടെ ബുക്കിൻ്റെ പേജിൻ്റെ അളവ് വെച്ചിട്ട് ഇതേപോലെ 2 പീസ് കട്ട് ചെയ്യുക. പിന്നെ മിഡിലിൽ വെക്കാനായിട്ട് ചെറിയൊരു പീസും കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ വലിയ നോട്ട്ബുക്കിന് കാർഡ്ബോർഡ് തികയാത്ത കാരണം ഞാൻ പഴയ എൻ്റെ ഒരു നോട്ട്ബുക്ക് എടുത്തിട്ട് അതിൻ്റെ ചട്ടയാണ് എടുക്കുന്നത്. അതാണെങ്കിൽ വലിച്ചിട്ട് കിട്ടണുണ്ടായിരുന്നില്ല. ഞാൻ പിന്നെ നല്ല വലിച്ചപ്പോഴാണ് പോകുന്നത്. എന്നിട്ട് ഞാനതൊരു വിധത്തിൽ വലിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ വലിയ ബുക്കിൻ്റെ ചട്ട റെഡിയായി എന്ന് വിചാരിച്ച് നോക്കിയപ്പോഴാണ് നമ്മുടെ വലിയ ബുക്കിനേലും വലുതാണ് ഈ ചട്ട. അപ്പം ഞാൻ വലിയ ബുക്കിൻ്റെ പേജ് എടുത്തിട്ട് ഇതേപോലെ മുകളിൽ വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ വലിയ ബുക്കിനുള്ള ചട്ടയും റെഡി ആയിട്ടുണ്ട്. ഇനി എല്ലാ ചട്ടനെയും നമുക്കൊന്ന് കവർ ചെയ്തെടുക്കുക. ഞാനപ്പോൾ ചാർട്ടാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് A4 ഷീറ്റ് ആയാലും ഉപയോഗിക്കുക, കുഴപ്പമൊന്നുമില്ല. പിന്നെ ബുക്കിൻ്റെ ഫ്രണ്ടിൽ ഞാൻ കുറച്ച് പെയിൻ്റൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചാർട്ട് എടുത്തത്. A4 ഷീറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇതേപോലെ എല്ലാ ചട്ടയും നമ്മൾ ഇതേപോലെ നീറ്റായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. ചട്ടയിടാൻ പിന്നെ നിങ്ങളെ പ്രത്യേകിച്ച് പഠിപ്പിക്കണ്ടല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും ചട്ടയിടാനായിട്ട്. അറിയാത്തവരുണ്ടെങ്കിൽ ഇതേപോലെ നോക്കിയിട്ടൊന്ന് ചെയ്താൽ മതി. അങ്ങനെ വലിയ ബുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി കാർഡ്ബോർഡിൻ്റെ പീസ് കൊണ്ട് എങ്ങനെയാണ് ചട്ട ഉണ്ടാക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ആ മെഷർമെൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച ആ പേപ്പറില്ലേ അതിൻ്റെ മുകളിൽ ഈ 3 പീസും വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് വേണം നമ്മൾ ചട്ട കവർ ചെയ്യാനായിട്ട്. എന്നിട്ട് ഇതേപോലെ ആദ്യം ചെയ്ത പോലെ തന്നെ എല്ലാത്തിനും ചട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ നടുഭാഗത്തായിട്ട് ചെറിയൊരു കട്ടിട്ട് കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് ഫോൾഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതേപോലെ മിനി നോട്ട്ബുക്കിൻ്റെയും ഞാൻ ചട്ട കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെ ചട്ടയും നമ്മൾ ഇതേപോലെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉണങ്ങാൻ വെച്ച ആൾക്കാർ എന്തായി നോക്കാം. അപ്പോൾ ഉണങ്ങാൻ വെച്ചത് നല്ല നീറ്റായിട്ട് തന്നെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. നമ്മൾ 2 അറ്റത്തും പേപ്പർ ക്ലിപ്പ് വെച്ചുകൊണ്ടാണ് ഇത്ര നീറ്റായിട്ട് കിട്ടിയത്. ഇനി നമുക്കിത് ചട്ടയമ്മൽക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം.
അപ്പോൾ ഇത് ഒട്ടിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ബുക്കിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും മാത്രം പശ തേച്ചിട്ട് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ആ മിനി ബുക്ക് നമ്മളിവിടെ ചട്ടേൻ്റെ ഉള്ളിലാക്കിയിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ബുക്കും ഫ്രണ്ടിലും ബാക്കിലും പശ തേച്ചിട്ട് ഒന്ന് ഒട്ടിച്ച് സെറ്റാക്കി എടുക്കുക. അങ്ങനെ എല്ലാ ബുക്കും ഇതേപോലെ നമ്മളൊന്ന് ഒട്ടിച്ച് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് നമ്മുടെ പണി ഇവിടെ കഴിഞ്ഞു. കണ്ടില്ലേ, 3 എണ്ണം ഇതേപോലെ നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഈ ചെറിയ ബുക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനപ്പോൾ കുറേ നേരം അതിനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. ഇനി നമുക്ക് പെയിൻ്റ് അടിക്കാം. അപ്പോൾ ഞാനിതാ ഒരു ലൈറ്റ് പർപ്പിൾ കളറാണ് നമ്മുടെ മിനി ബുക്കിന് കളർ അടിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൽ കുറച്ച് വെള്ളമൊക്കെ മിക്സ് ചെയ്തിട്ട് ഇതേപോലെ ഫ്രണ്ടിൽ മാത്രമാണ് അടിച്ചു കൊടുക്കുന്നത്. ഇതേപോലെ ഒന്ന് കളർ ചെയ്തെടുക്കുന്നുണ്ട്. എനിക്ക് പെയിൻ്റ് അടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാനത് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട് പേജ് ഫുള്ളായിട്ട് പർപ്പിൾ കളറിൽ മുക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ ചെറിയ ചെറിയ ഫ്ലവേഴ്സ് വരയ്ക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഫുൾ പർപ്പിൾ കളർ അടിച്ചു കഴിഞ്ഞ് ചെറുതായിട്ട് അതൊന്ന് ഉണങ്ങി കഴിഞ്ഞിട്ട് വേണം നമ്മൾ പൂ വരയ്ക്കാനായിട്ട്. അപ്പോൾ വൈറ്റ് കളറും യെല്ലോ കളറും മിക്സ് ചെയ്യാണ്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ചെറിയ ബ്രഷ് വെച്ചിട്ട് ഇതേപോലെ പൂ വരച്ചു കൊടുക്കുന്നുണ്ട്. പെയിൻറ്റ് ബ്രഷ് വെച്ചിട്ട് ഞാൻ അധികം വരച്ച ശീലമില്ലാത്തതുകൊണ്ട് തന്നെ പൂവാണ് ഞാൻ തിരഞ്ഞെടുത്തത്. അതാവുമ്പോൾ എല്ലാവർക്കും വരയ്ക്കാൻ സുഖമാണ്. അപ്പോൾ തരി ഗ്യാപ്പില്ലാണ്ട് നമ്മൾ എല്ലായിടത്തും പൂ വരച്ചിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കാണാനൊരു രസമൊക്കെ ഉണ്ട്. ഇനി യെല്ലോ കളർ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഡോട്ട് ഇട്ട് കൊടുക്കുക. ഡോട്ടും കൂടി ഇട്ട് കഴിഞ്ഞപ്പോൾ നല്ല രസമുണ്ട് ബുക്ക് കാണാനായിട്ട്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഈ മിനി ബുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഇനി മീഡിയം സൈസ് ബുക്കിന് ഞാൻ ഈ ഒരു കളറാണ് അടിക്കുന്നത്. ഈ കളറിൻ്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ അറിയണവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതും ഇതേപോലെ ഫുള്ളായിട്ട് നമ്മുടെ ബുക്കിൻ്റെ ഫ്രണ്ടിലൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ കളർ ഫുള്ളായിട്ട് ബുക്കിന് അടിച്ചു കൊടുത്തതിന് ശേഷം ഈ 3 കളർ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇതുകൊണ്ട് ഞാൻ എന്താണ് വരക്കാൻ പോണേന്ന് മനസ്സിലായവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ആദ്യം കുട്ടി കുട്ടി ട്രയാങ്കിൾസ് വരച്ചു കൊടുത്തു. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഗ്രീൻ കളർ കൊണ്ടൊന്ന് ലൈൻ ചെയ്തു. പിന്നെ ബ്ലാക്ക് കളർ കൊണ്ട് ചെറിയ ചെറിയ ഡോട്ട് ഇട്ടു. ഞാൻ വാട്ടർമെലനാണ് ഉദ്ദേശിച്ചത് ഗൈസ്, പക്ഷേ സ്ട്രോബെറി ആയോ എന്നൊരു ഡൗട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല. അപ്പോൾ അടുത്തത് നമ്മുടെ വലിയ ബുക്കുമ്മൽ ഇതേപോലെ കുറച്ച് പൂവും ഇലകളൊക്കെ വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഡിസൈൻ. അങ്ങനെ നമ്മുടെ 3 ബുക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. എനിക്ക് ആ മിനി നോട്ട്ബുക്കാണ് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്രാഫ്റ്റിൽ കാണാം.